ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും റൈറ്റ് ബോർഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ഹിന്ദി ചാപ്റ്റർ ആയിട്ടുള്ള ജൻ ജൻ കാ ചേഹര ഏക്ക് എന്നുള്ള പദ്യത്തെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് എഴുതിയിട്ടുള്ള കവി മുക്തിബോധാണ്. നമുക്ക് ആദ്യം തന്നെ മുക്തിബോധിനെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. മുക്തിബോധിൻ്റെ ശരിയായിട്ടുള്ള ഫുൾ നെയിം എന്ന് പറയുന്നത് ഗജാനൻ മാധവ് മുക്തിബോധ് എന്നാണ്. അദ്ദേഹം गजानन माधव मुक्तिबोध हिंदी साहित्य की प्रगतिशील काव्यधारा के प्रतिनिधि कवि है. അതായത് ഗജാനൻ മാധവ് മുക്തിബോധ് എന്ന് പറയുന്ന ആള് ഹിന്ദി സാഹിത്യത്തിന്റെ പുരോഗമനപരമായിട്ടുള്ള കാവ്യധാരയെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കവിയാണ് നമ്മുടെ ഗജാനൻ മാധവ് മുക്തിബോധ്. ഇനി നമ്മൾക്ക് ആ പാഠഭാഗത്തിന്റെ സമ്മറിയിലേക്ക് പോവാം. അതായത് ജൻ ജൻ കാ ചേഹര ഏക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പാഠഭാഗത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. കുറേ ആൾക്കാരുടെ ഫേസുകൾ നമുക്ക് കാണുന്നുണ്ട് അല്ലേ. അതായത് എല്ലാവർക്കും കണ്ണും മൂക്കും എന്താ പറയുക, ചെവിയും കയ്യും കാലും എല്ലാം ചുണ്ടും എല്ലാം ഉണ്ട്. പക്ഷേ എങ്കിലും അവരുടെ ഭാവങ്ങൾ, ഓരോരുത്തരുടെയും ഭാവങ്ങൾ വ്യത്യാസമാണെങ്കിലും അവരെല്ലാവരും എന്താണ്, ഒരേ മനുഷ്യർ തന്നെയാണ് അല്ലേ. നമ്മളെല്ലാവരും മനുഷ്യർ ഒന്നാണ്. നമ്മുടെ ഭാവങ്ങൾ എത്ര വ്യത്യാസമാണെങ്കിലും ഭാരതീയരായ നാം എല്ലാവരും ഒന്നാണെന്നാണ് ഇവിടെ കവി പറയുന്നത്. അതായത് കവി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇതിന്റെ സമ്മറി എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഏത് ദേശമായിക്കോട്ടെ, ഏത് പ്രദേശമായിക്കോട്ടെ, ഏത് രാജ്യമായിക്കോട്ടെ, പട്ടണമായിക്കോട്ടെ, എല്ലാവരുടെയും മുഖം നമ്മുടെ ഒന്നാണ്. ഭാവങ്ങൾ വ്യത്യാസമാണെങ്കിലും മുഖങ്ങൾ ഒന്നാണ്. അതുപോലെ ഏഷ്യ ആയിക്കോട്ടെ, യൂറോപ്പ് ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, പക്ഷെ അവിടെ എല്ലായിടത്തും ഉള്ള വെയിലും അതുപോലെ ഒന്ന് തന്നെയാണ്. പിന്നെ നമുക്ക് എന്ത് തരം കഷ്ടപ്പാടായാലും സങ്കടമായാലും വിഷമങ്ങളാണെങ്കിലും അതെല്ലാം വരുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചുളിവ് അല്ലേ, അത് എന്താ പറയുക, ആ ഫീല് ഒരേ രൂപത്തിലാണ് എല്ലാവർക്കും പ്രത്യക്ഷപ്പെടുന്നത്. അതുപോലെ നമുക്ക് ഒരു ആവേശം വരിക, നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ആവേശം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കൈമുഷ്ടി ചുരുട്ടി പിടിക്കും. അതിൻ്റെയും ലക്ഷ്യം എല്ലാവർക്കും ഒന്ന് തന്നെയാണ്. അതായത് അവർ ഓരോ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെ, ആവേശം വരുമ്പോഴാണ് നമ്മൾ കൈമുഷ്ടി ചുരുട്ടി പിടിക്കുന്നത്. അതുപോലെ ഭൂമിയുടെ നമ്മുടെ 4 ഭാഗത്തുള്ള ജനങ്ങളുടെ സമൂഹവും പക്ഷവും എല്ലാം ഒന്ന് തന്നെയാണ്. പിന്നെ അതുപോലെ പിന്നെ ഒരു കാര്യം ഇതിൽ പറയുന്നത്, ആകാശത്ത് ജ്വലിക്കുന്ന ചുവന്ന തിളങ്ങുന്ന നക്ഷത്രമായിട്ട് സൂര്യനെ സങ്കല്പിക്കുകയാണ്. അതായത് സൂര്യൻ എങ്ങനെയാണോ കത്തി ജ്വലിക്കുന്നത് അതുപോലെയാണ് മനുഷ്യനും എന്തെങ്കിലും പ്രശ്നം വന്നാൽ പോലും നമ്മുടെ ജീവിതത്തിൽ കത്തി ജ്വലിച്ചുകൊണ്ട് നിൽക്കുന്നത്. അതായത് മനുഷ്യൻ ജീവിതത്തിൽ കത്തി ജ്വലിച്ചു നിൽക്കുന്നത് പോലെ ആകാശത്ത് ജ്വലിക്കുന്ന സൂര്യനെ താരതമ്യം ചെയ്യാണ്. അതുപോലെ നദിനെ കുറിച്ച് ഇതിൽ പറയുന്നു, ഗംഗ, ഇരാവതി, മിനാവ്. അതുപോലെ അവരെല്ലാം വിഷമിക്കുന്നുണ്ടെങ്കിലും അവർ വിഷമിക്കുന്നത്, ഈ നദി വിഷമിക്കുന്നത് എന്തുകൊണ്ടാണ്, മലിനീകരണം, പൊല്യൂഷൻ കൊണ്ടാണ് നദിക്ക് വിഷമം വരുന്നത് അല്ലേ. അതുപോലെ നൈൽ നദി ആയിക്കോട്ടെ, ആമസോൺ ആയിക്കോട്ടെ, മിസോറി ആയിക്കോട്ടെ, ഒക്കെ അവരുടെ വേദന കൊണ്ട്, അവർ ആ പൊല്യൂഷൻ കൊണ്ട് അവരനുഭവിക്കുന്ന വേദന കൊണ്ടാണ് അവർ പാടി ഒഴുകുന്നത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെയും പ്രവാഹം, നമ്മൾ മനുഷ്യന്മാരുടെ ജീവിതത്തിൻ്റെ പ്രവാഹവും അതുപോലെ തന്നെയാണ്. എല്ലാവരും സന്തോഷത്തോടു കൂടിയൊന്നും അല്ല ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ട് തന്നെയാണ് ജീവിതമാകുന്ന നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നദിയുമായിട്ടും പ്രകൃതിയുമായിട്ടും മനുഷ്യൻ്റെ ഏകത, അതായത് മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ച് പറയുകയാണ് അല്ലേ. അതായത് മനുഷ്യനും ഉണ്ട് വേദനകളും വിഷമങ്ങളൊക്കെ. അപ്പോൾ അതിനെ നദിയും പ്രകൃതിയുമായിട്ടൊക്കെ മനുഷ്യൻ്റെ ഏകത അല്ലെങ്കിൽ ഒരു അനാഥത്വത്തെ, മനുഷ്യൻ്റെ അനാഥത്വത്തെ അല്ലെങ്കിൽ ഏകതയെ നദിയായിട്ടും പ്രകൃതിയുമായിട്ടും മനുഷ്യൻ അനുഭവിക്കുന്ന വേദനയെക്കുറിച്ചാണ് ഇവിടെ കവി പറയുന്നത്. ഇതാണ് ജൻ ജൻ കാ ചേഹര ഏക്ക് എന്നുള്ള കവിതയുടെ ഒരു സമ്മറി എന്ന് പറയാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾക്ക് പാഠഭാഗത്തിലെ കുറച്ച് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റീസിലേക്ക് പോവാം. ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ ക്വസ്റ്റ്യൻ, ജൻ ജൻസെ കവി കാ മത്ലബ് ക്യാ ഹോഗ. ജൻ ജൻസെ എന്ന കവി എന്നതുകൊണ്ട് കവി അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ, ദേശ് കെ കൈ ജഗഹോ മേ രഹത്തെ ലോഗ്. അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തും താമസിക്കുന്ന ആളുകൾ എന്നതാണ് അതിൻ്റെ അർത്ഥം. Second question,
ചേഹരോं പർ പടി ജുരിയോം കാ രൂപ് കിസ്കി ഓർ സങ്കേത് കർത്തി ഹെ. അതായത് മുഖത്ത് വന്നിട്ടുള്ള ചുളിവുകളെ കവി എന്തിനോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്? ജീവൻ കി കഠിനായിയും ഓർ ദുഃഖ്, അതായത് ജീവിതത്തിൽ അനുഭവിക്കുന്ന വിഷമങ്ങളും ദുഃഖങ്ങളെയും ആയിട്ടാണ് നമ്മുടെ മുഖത്ത് തെളിയുന്ന ചുളിവുകളെ കവി ഇവിടെ താരതമ്യം ചെയ്തിരിക്കുന്നത്. കവിനെ ഏസാ ക്യോം കഹാ ഹോഗ കി ജൻ ജൻ കാ ചെഹ്റ ഏക് ഹെ. അതായത് കവി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, അതായത് എല്ലാവരുടെയും മുഖം ഒന്ന് തന്നെയാണ് എന്ന് കവി പറയാൻ കാരണം എന്താണ്? ലോകം കാ രഹൻ, ഭാഷ, ആചാർ ആദി ഭിന്ന ഹോത്തെ തോ ഹമാരാ വിചാർ ദുഃഖ് ആശ ഏക് ജൈസാ ഹെ. അതായത് ജനങ്ങളുടെ ജീവിത രീതി, ഭാഷ, ആചാരങ്ങൾ ഒക്കെ വ്യത്യാസമാണെങ്കിൽ പോലും അവരുടെ വിചാരങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം ഒന്ന് തന്നെയാണ്. അവർ ജീവിക്കുന്ന ചുറ്റുപാട് അല്ലെങ്കിൽ അവരുടെ ഭാഷ അല്ലെങ്കിൽ അവരുടെ ആചാര രീതിയൊക്കെ വ്യത്യാസമാണെങ്കിലും ഇവരെല്ലാവരും മനുഷ്യർ തന്നെയാണ് അല്ലേ? അപ്പോൾ അവർക്കുണ്ടാവുന്ന വിഷമങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ ഒക്കെ ഒന്ന് തന്നെയാണ് എന്ന് പറയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജൻ ജീവൻ സേ നദി का क्या संदेश संबंध है? നദി ശാന്ത സെ ബഹതി ഹെ. അതായത് നദി വളരെ ശാന്തമായിട്ടാണ് ഒഴുകുന്നത്. ലേക്കിൻ കബി ഉസ്മേ ബാധ ആയേഗി, പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അതിൽ വരും. ഇസ് പ്രകാർ ജനജീവൻ ശാന്ത് ചൽ രഹാ ഹെ. ഇപ്രകാരം മനുഷ്യരുടെ ജീവിതവും വളരെ ശാന്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ബീച്ച് മേ സമസ്യയായാം ബി ആത്തി ഹെ. അതുപോലെ തന്നെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വരും. അതായത് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷകരമായി മാത്രമായിരിക്കില്ല, ഇടയ്ക്ക് ചില പ്രശ്നങ്ങളൊക്കെ വരും. അതുപോലെ തന്നെയാണ് നദി അല്ലേ? അപ്പം നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, മനുഷ്യന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തെ നദിയും പ്രകൃതിയുമായിട്ടാണ് ഇവിടെ കവി താരതമ്യം ചെയ്യുന്നത്. അതായത് ഒരു നദി എങ്ങനെയാണോ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഇടയ്ക്ക് ചില സമയത്തൊക്കെ നദിയിൽ വല്ല തടസ്സങ്ങളൊക്കെ വരാം. അതുപോലെയാണ് നമ്മുടെ മനുഷ്യന്റെ ജീവിതമാവുന്ന നദിയിൽ ഇടയ്ക്ക് ചില തടസ്സങ്ങളൊക്കെ കയറി വരാമെന്ന് പറയുന്നത്. അതാണ് ക്വസ്റ്റ്യൻ ആൻസർ. പിന്നെ അടുത്ത ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് സംബന്ധ പെഹചാൻ ജോഡ്കർ ലിഖെ. അതായത് നദി കാ നാമം മുഖ്യക്ഷേത്രം. അതായത് നമ്മളിവിടെ നദികളെ കുറിച്ച് പറഞ്ഞല്ലോ, ആ നദികൾ ഉള്ള സ്ഥലം ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വൺ ഗംഗ ഭാരത്, നൈൽ മിശ്ര എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഈജിപ്തിനെയാണ്. അടുത്തത് ഇരാവതി മ്യാൻമാർ, ആമസോൺ ദക്ഷിണാഫ്രിക്ക. അതാണ് സംബന്ധ പെഹചാൻ ജോഡ്കർ ലിഖെ. അടുത്തത് വന്നിട്ട് സഹി മിലാൻ കരെ എന്നുള്ളതാണ്. മാച്ച് ദ ഫോളോയിങ്. ജൻകി ചെഹരേക്ക് ചുരിയാം, അതായത് ജനങ്ങളുടെ മുഖത്തെ ചുളിവിനെ എന്തുമായിട്ടാണ് താരതമ്യം ചെയ്യുന്നത്? ജനതാക്ക സംഘർഷ്, ജനങ്ങളുടെ സംഘർഷം. ബാന്തി ഹുയി മുഷ്ടിയാം, അതായത് നമ്മൾ കൈമുഷ്ടി ചുരുട്ടി പിടിക്കുന്നത് എന്തിനെയാണ്? ജനതാക്ക വിരോധ, ജനങ്ങളുടെ വിരോധം. അതാണ് നമുക്ക് ആ വിരോധം വരുമ്പോഴാണ് നമുക്ക് കൈമുഷ്ടി നമ്മൾ ചുരുട്ടിപ്പിടിക്കുന്നത്. ജൽത്താ ഹുവ സിത്താര, അതായത് ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ. അതെന്താണ്? ജനതാക്കി പ്രതീക്ഷ, ജനങ്ങളുടെ പ്രതീക്ഷയാണ്. ആ കത്തി ജ്വലിക്കുന്നത് ഒരു പ്രതീക്ഷയാണ്. ജനത ആകുൽത്തി സിന്ദഗി കി ധാര, അതായത് ജനങ്ങൾ ആകുലതപ്പെടുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള അതെന്താണ്? അപ്പോൾ ജൻകി വേദന, ജനങ്ങളുടെ വേദനയാണ് ഇവിടെ പ്രകടമാകുന്നത്. ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൽ നിന്നും കൂടുതലായിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത പാഠഭാഗമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.